അതായത് അടുത്ത 10 വർഷം നമുക്ക് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ പോലത്തെ അസുഖങ്ങൾ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടൂൾസ് ഉണ്ട്. അതായത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് 20 പേര് നമ്മൾ പെടുമോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കാർഡിയോവാസ്കുലർ റിസ്ക് എസ്റ്റിമേഷനുള്ള ടൂൾസ് ഉണ്ട്. ബേസിക്കലി ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഏജ് ഉണ്ട്, ഷുഗറിൻ്റെ അളവുണ്ട്, കൊളസ്ട്രോളിൻ്റെ അളവുണ്ട്, സ്മോക്കിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പല കാര്യത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് റിസ്ക് പറയുന്നത്. നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള റിസ്ക് കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ആ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെപ്പോഴും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നെഞ്ച് വേദന എന്നുള്ളൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉള്ളത്. അത് എല്ലാവർക്കും നെഞ്ചുവേദന ആവണമെന്നില്ല, നെഞ്ചുവേദനയില്ല. അതുകൊണ്ട് അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് മിസ്സായി പോകുന്നത്. ഇപ്പോൾ പെയിൻ ആണ് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തുള്ള ആശുപത്രി പോകുന്നത് പെയിനാണ്. പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി എല്ലായിടത്തും പോകും. പക്ഷെ പെയിൻ അല്ലാതെ വരുന്ന സിംറ്റം, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇൻഡൈജഷൻ പോലെ തോന്നി, നമ്മൾ വിചാരിക്കും രാവിലെ കഴിച്ച വടയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച പഴംപൊരിയുടെയാന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ അത് ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഒരു 5 സിംറ്റത്തിൻ്റെ ഒരു എട്ടിപ്പിക്കലായിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് ഫീമെയിൽസ്, ഡയബറ്റീസ് ഉള്ളവർ, ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ടിപ്പിക്കലായിട്ടുള്ള നെഞ്ചിൻ്റെ വേദന തോന്നണമെന്നില്ല. അവർക്ക് പലപ്പോഴും ഇതുപോലെ ഒരു ഇൻഡൈജഷൻ പോലെ, ചിലപ്പോൾ ചെറിയ സ്വെറ്റിങ് പോലെ, ചിലപ്പോൾ ചെറിയ ടയർഡ്നെസ് അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുക. അപ്പോൾ അത് നമുക്ക് ഒരു പ്രാവശ്യം തോന്നി നമ്മളത് അന്ന് ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ അറ്റാക്കിൻ്റെ ഭാഗം ആ സമയത്ത് നമ്മൾ മിസ് ചെയ്തു. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരുടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. വേറൊരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ഈസിയൊക്കെ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അന്ന് അറ്റാക്ക് വന്നെന്ന് മനസ്സിലാവുന്നത്.